ഒന്നിച്ചൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിയിട്ട് അവസാനം ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല അല്ലേ? എങ്ങനെയായാലും എന്താ പ്രകാശ, അടി കൊള്ളാനാണെങ്കിലും കൊടുക്കാനാണെങ്കിലും നമ്മൾ ഒന്നിച്ചല്ലടാ. ചായക്കടക്കാരൻ ചത്തൂന്നല്ലേ? കച്ചവടക്കണ്ണോടുകൂടി മാത്രം ആളുകളെ കാണുന്നവർക്ക് ബന്ധങ്ങളുടെ ഒന്നും വില മനസ്സിലാവില്ല, സൗഹൃദത്തിന്റെ വില മനസ്സിലാവില്ല. ആർട്സ് ക്ലബിലെ എന്റെ സുഹൃത്തുക്കളെ മുഴുവൻ വെറുപ്പോടുകൂടി മാത്രമേ അച്ഛൻ കണ്ടിട്ടുള്ളൂ. ഒരു ചെറിയ കുടുക്കയില് അവർ സുരുക്കൂട്ടി വെച്ച 5ന്റെയും 10ന്റെയും ഒക്കെ മുഷിഞ്ഞു നാറിയ നോട്ട് കൊണ്ടാ എന്റെ ജീവിതം തന്നെ മാറിയത്. 50,000 രൂപയ്ക്ക് വേണ്ടി നീ ഞങ്ങളെ ചതിച്ചു കളഞ്ഞില്ലടാ നായേ. പണവും പ്രശസ്തിയൊന്നും എന്റെ ഏട്ടനെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല. ഒരു ന്യായീകരണത്തിനല്ല ഞാനിവിടെ വന്നത്. നഷ്ടപ്പെട്ടതൊന്നും നികത്താൻ പറ്റില്ലെന്നറിയാം. പഴയ സുഹൃത്തിനെ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ വെറുപ്പോടെ മുഖം തിരിച്ച് കളയാതിരുന്നാ മതി. എഴുന്നേറ്റ് നടക്കാറാകുമ്പോ വീട്ടിലേക്ക് വരണം. അടുത്ത തല്ലിനുള്ള ക്ഷണക്കത്തുമായിട്ട് വന്നിരിക്കുക. ഈ പിള്ളേരുടെ കാര്യത്തിൽ എന്താ ഇത്ര പ്രത്യേക താല്പര്യം? മേരിക്കുട്ടി പ്രസവിച്ചതല്ലെങ്കിലും അവരെനിക്ക് എന്റെ 5 മക്കളാ.